എങ്ങനെയാണ് ഒമാനിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എക്സാം എഴുതാനുണ്ടോ, എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ തന്നെ എവിടെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒമാനിൽ നേഴ്സായി വർക്ക് ചെയ്യാനായിട്ട് നേഴ്സ് ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഡാറ്റ ഫ്ലോ എന്ന പ്രൊസീജിയറും എക്സാമുമാണ്. എക്സാം നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഡാറ്റ ഫ്ലോ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് 10th +2 ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ്, പാസ്പോർട്ട് ഒക്കെയും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന കമ്പനി ഇത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെയും അവർ വെരിഫൈ ചെയ്തിരിക്കും. വെരിഫൈ ചെയ്ത് റിപ്പോർട്ട് നമുക്ക് കിട്ടണം. അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ് ഒമാൻ്റെ എക്സാം. എക്സാം അറ്റ് പ്രസൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് പിയേഴ്സൺ വ്യൂ എന്ന് പറയുന്ന കമ്പനിയാണ്. എക്സാമിന് ശേഷം നിങ്ങൾ ഒമാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എംപ്ലോയേഴ്സ് നിങ്ങളുടെ ഒരു വൈവയും കൂടി എടുത്തു കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് ഒമാനിൽ ഒരു വർക്കിങ്ങിനുള്ള ലൈസൻസ് നമുക്ക് കിട്ടുന്നത്. ഒത്തിരി നാളായി ഒമാൻ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊമെട്രിക് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. അത് മാറി പിയേഴ്സൺ വ്യൂ എന്ന് പറയുന്ന കമ്പനിയാണ് ഒമാൻ്റെ എക്സാം നടത്തുന്നത്. പിയേഴ്സൺ വ്യൂ കമ്പനിയാണ് NCLEX RN എന്ന് പറയുന്ന US ലൈസൻസിങ്ങിനുള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഒമാൻ എക്സാമിനും കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് NCLEX RNൻ്റെ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ് പിയേഴ്സൺ വ്യൂ വഴി നടത്തുന്ന ഈ എക്സാമിന് ഒരു നേഴ്സിന് കിട്ടുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും. ഇത് ആൻസർ ചെയ്യാനായിട്ട് 2.5 hours ആണ്. 60% ആണ് അതിൻ്റെ പെർസെൻറ്റേജായിട്ട് അവർ വെച്ചിരിക്കുന്നത്. 24 hours നമുക്ക് റിസൾട്ട് കയ്യിൽ കിട്ടും. എക്സാമിന് ഒരു മേജർ പോർഷൻ നമുക്ക് വരുന്നത് അഡൾട്ട് ഹെൽത്തിൽ നിന്നാണ്, അതായത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിന്ന്. ഇതുകൂടാതെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് നഴ്സിംഗ്, പ്രിൻസിപ്പൽസ് ഓഫ് കെയർ, എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്റ്റ്. അതുകൂടാതെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. സോ ഫണ്ടമെൻറ്റൽസ് ഓഫ് നഴ്സിങ്ങിനും ഈക്വലായിട്ട് പ്രയോറിറ്റി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് റിസർച്ച്. റിസർച്ചിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒമാനിന് പർട്ടിക്കുലർലി വരുന്നുണ്ട്. അതോടൊപ്പം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്ന ഒരു ഏരിയയാണ്. മെറ്റേണൽ ഹെൽത്ത്, ചൈൽഡ് ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത്, ഇതിനൊക്കെയും തന്നെ ഒമാൻ എക്സാമിന് ഈക്വൽ പ്രയോറിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NCLEX RN മോഡൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അവർ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് തന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സും ഒക്കെയാണ് ഇതിനകത്ത് അവർ അസസ് ചെയ്യുന്നത്. ഒമാൻ എക്സാമിനെ പറ്റി ഡീറ്റെയിൽസ് ഇനി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. MedCity International Academy. Trusted hands forever.